തലേന്ന് ബാക്കി വന്ന ചോറെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞപ്പോൾ അച്ഛൻ ഒരു പൊടിക്ക് സമ്മതിക്കില്ല. ഫ്രിഡ്ജിലല്ല ചോറ് വെക്കേണ്ടത്, വെള്ളം ഒഴിച്ചിടാൻ വേണ്ടത്. ചോറ്, വെള്ളം, കഞ്ഞി, എന്നാൽ പിന്നെ പഴങ്കഞ്ഞി. കിടന്നുറങ്ങാൻ പോയി അമ്മേനെ ചാടിപ്പൊക്കി അടുക്കളയിലേക്ക് കൊണ്ടുപോയി ഞാൻ. പിന്നെ വേഗം തന്നെ ഒരു മീൻചട്ടിയൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി ചോറൊക്കെ അതിലിട്ട്, അതുപോലെ തന്നെ അതിൽ ചീനിമുളകും ഉള്ളിയും ഉപ്പും ഇഞ്ചിയും വീട്ടിലുണ്ടാക്കിയ കട്ടിത്തൈരും എല്ലാം കൂടി കലക്കി നന്നായി അടച്ചു പൊത്തി വെച്ചു കേട്ടോ. ഇപ്പൊ താരമായി നിൽക്കുന്ന മന്തിയും ബിരിയാണിയൊന്നും ഈ മുതലിന്റെ മുന്നിൽ ഒന്നും അല്ല കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. പിറ്റേ ദിവസം ആ ചട്ടി തുറക്കുമ്പോൾ തന്നെ ആ മണം അങ്ങോട്ട് വരും. പിന്നെ അതിലേക്ക് ഉപ്പേരിയും സാമ്പാറും മീൻ വറുത്തതും എല്ലാം കൂടി ഇട്ട് കൂട്ടിപ്പരട്ട് ഞങ്ങൾ എല്ലാവരും കഴിച്ചിട്ടോ. പിന്നെ പരിഷ്കാരിയായ എൻ്റെ ഭർത്താവിന് കഞ്ഞി ഇഷ്ടമില്ലാത്ത കാരണം അവൻ കഴിച്ചില്ല, അതുകൊണ്ട് തന്നെ അവൻ വീഡിയോ എടുത്തു തന്നു. മാത്രമല്ല പനി വന്നാൽ പോലും കഞ്ഞി കുടിക്കാത്ത ആളാണ് ഞാൻ. പക്ഷെ ഈ പഴങ്കഞ്ഞി ഉണ്ടല്ലോ, ഏതൊരവസ്ഥയിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കുടിക്കാം, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഈ വീഡിയോ കാണുന്നവരിൽ എത്ര പേർക്ക് പഴങ്കഞ്ഞി ഇഷ്ടമുണ്ടെന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളൊരു പഴങ്കഞ്ഞി ലവറാണോ എന്റെ പോലെ? ഞാനും അത് അടിപൊളിയായിട്ട് കഴിച്ചു കേട്ടോ. പണ്ടൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതുപോലെ പഴങ്കഞ്ഞിയാണ് കുടിക്കുക. ആ വിശേഷങ്ങളൊക്കെ